ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒരുക്കും സ്വാഗതം. ലാലേട്ടന്റെ നായകനയ്ക്ക് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഹൃദയപൂർവ്വം ആ സിനിമയുടെ 3 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുന്നു. സിനിമയുടെ കാത്തിരുന്ന 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ വരെ 3 ദിവസങ്ങൾ കൊണ്ട് 23 കോടിയിൽ പരം വേൾഡ് വൈഡ് ഗ്രോസ് ആണ് സിനിമയ്ക്ക് പ്രതീക്ഷിച്ചെങ്കിൽ സിനിമ നേടിയെടുത്തതാകട്ടെ 25 കോടിയോളം രൂപ വേൾഡ് വൈഡ് ഗ്രോസ് എന്നൊരു റിപ്പോർട്ടാണ് നമ്മുടെ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന റിപ്പോർട്ട്. ആദ്യ ദിവസത്തെ സമാന കളക്ഷൻ അതല്ലെങ്കിൽ അതിനെ ഒരു അല്പം മുകളിലുള്ള കളക്ഷൻ, അതായത് 8 കോടിയിൽ പരം കളക്ഷൻ ഇന്നലെ 3-ാം ദിവസവും സിനിമയ്ക്ക് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ വന്നു എന്നതാണ് പ്രധാനമായിട്ടും പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. അങ്ങനെ 25 കോടിയിലേക്ക് സിനിമ എത്തപ്പെട്ടതോടെ ലാലേട്ടൻ സിനിമ നേടിയെടുത്ത നേട്ടങ്ങളെക്കുറിച്ചാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പ്രധാനപ്പെട്ട നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ലോകയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ 3 ദിവസങ്ങൾ കൊണ്ട് ലാലേട്ടൻ സിനിമകൾ മമ്മൂട്ടിയുടെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ 2 സിനിമകളുടെ വൻ പരാജയമായ സിനിമകളുടെ ഫൈനൽ കളക്ഷൻ നിസ്സാരമായിട്ട് തൂക്കിയെറിഞ്ഞെടുത്തിരിക്കുകയാണ്. ഡൊമിനിക്കിന്റെ 20 കോടിയിൽ പരം കളക്ഷൻ, ബസൂക്കയുടെ 25 കോടിയിൽ പരം കളക്ഷനാണ് ഇപ്പോഴത്തെ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം നിസ്സാരമായിട്ട് വെറും ഒരു ഫാമിലി പടം വെച്ച് ഓണനാളുകളിൽ ക്ലാഷ് റിലീസിൽ എത്തിയിട്ടും മറികടന്നിരിക്കുന്നത്. ബസൂക്കയെല്ലാം തന്നെ വൻ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ കൊമേഴ്ഷ്യൽ മാസ് സ്റ്റൈലിഷ് പിന്നെന്താ ഗെയിം ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞെത്തിയ സിനിമയാണ്. ആ സിനിമയെല്ലാം തന്നെ നിസ്സാരമായിട്ട് ലാലേട്ടൻ തൂക്കിയടിക്കുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ലാലേട്ടൻ പവർ വ്യക്തമാക്കുകയാണ്. 25 കോടിയിലേക്ക് ഹൃദയപൂർവ്വം കളക്ഷൻ എത്തിയതോടെ ലാലേട്ടൻ മമ്മൂട്ടിയുടെ സിനിമകളെ മാത്രമല്ല ലാലേട്ടന്റെ സിനിമയെ കൂടി ഇപ്പോഴത്തെ അടുത്ത കാലത്ത് മറികടന്നിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവസാനം റിലീസായ ലാലേട്ടൻ സംവിധാനം ചെയ്ത ആശീർവാദ് തന്നെ നിർമ്മിച്ച സിനിമയാണല്ലോ ബറൂസ്. സിനിമ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത് 18 കോടിയിൽ പരം കളക്ഷനാണ്. ആ കളക്ഷൻ കൂടി ഇന്നലത്തെ 3-ാം ദിവസത്തെ കളക്ഷനോടെ ഹൃദയപൂർവ്വം മറികടന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മലൈക്കോട്ടെ വാലിബന്റെ 30 കോടിയാണ് ഹൃദയപൂർവ്വത്തിന്റെ ലക്ഷ്യം. അങ്ങനെ ഈ വർഷത്തിലെ അടുത്തൊരു ലാലേട്ടൻ സിനിമ കൂടി തിയേറ്ററുകളിലെ കോടികൾ കൊയ്ത് വിവിധ സിനിമകളെ മറികടന്ന് മുന്നേറുന്നു. കാത്തിരിക്കുക കൂടുതൽ സിനിമ വാർത്തകൾക്ക്.